അസ്സലാമു അലൈക്കും. ഞാനിന്ന് രാവിലെ എൻ്റെ ലൈവിലൊന്ന് കയറിയായിരുന്നു. ഞാൻ ലൈവിൽ കയറി ഇങ്ങനെ ഓരോരുത്തരും എൻ്റെ അടുത്ത് ഒരേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞു. അന്നേരം നോഹ എന്ന് പറയുന്നൊരു ബ്ലോഗർ വന്ന് ലൈക്ക് അടിച്ച് കമൻ്റൊക്കെ ഇട്ടു. അതിനെക്കുറിച്ച് എനിക്ക് ഗ്രൂപ്പിലായിട്ടും അറിയാം, ഇതിനകത്ത് കയറി എനിക്കറിയാവുന്നതാണ്, അല്ലാതെ എനിക്ക് നേരിട്ട് അറിയത്തില്ല. അന്നേരം കൊച്ചു ഞാൻ സുഖമില്ലാതെ കിടക്കുവാന്നോ. അന്നേരം ഞാൻ പറഞ്ഞിട്ടോ, ഇന്നലെ തൻ്റെ ഒരു വീഡിയോ ഞാൻ വേറൊരാളെ ചാനലിൽ കണ്ട്, അവരുടെ ചാനലിൽ ഇടാതെ തൻ്റെ വീഡിയോ തൻ്റെ ചാനലിൽ ഇടാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഒരേ കാര്യം പറഞ്ഞ് അവരിങ്ങനെ ഓരോരുത്തരെ പറ്റിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവളിയും മസ്നൂറ ഫാത്തിമ എൻ്റെ ചാനലിൽ വന്നിട്ട് അവൾ എന്നോട് നിനക്കെന്തോടി കുഴപ്പം, പിന്നെ വേറെ 2-3 ഭാഷകൾ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഡി നീ എൻ്റെ ചാനലിൽ കയറി വരുന്നത് എന്തിനാ ലൈവിൽ, നീ ഇറങ്ങിപ്പൊടിയെന്ന് പറഞ്ഞു. അന്നേരം അവൾ ആദ്യം എന്നെ ഇറങ്ങിപ്പൊടിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പൊടിയെന്ന് ഞാനും തിരിച്ചു പറഞ്ഞു. എനിക്ക് ചീത്ത പറയാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല കേട്ടാ നജില, നിന്നേക്കായി നല്ലവണ്ണക്ക് സംസാരിക്കാനറിയാം. നീ ആദ്യം വന്നപ്പോൾ അൽഹംദുലില്ലാഹി പറഞ്ഞ് വന്ന്, പിന്നെ അസ്സലാമു അലൈക്കും ആയി. ഇപ്പോൾ കുറച്ച് നാളൊന്നും ഇല്ലാതായപ്പോഴത്തേക്ക് വീണ്ടും അൽഹംദുലില്ലാഹി തുടങ്ങി. നാട്ടുകാരെ പറ്റിച്ച് തിന്ന് തീർന്നപ്പം വീണ്ടും കുറച്ച് പണം കിട്ടാൻ വേണ്ടി അൽഹംദുലില്ലാഹി ഒരു പെൺകുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നിട്ട് ആ കുഞ്ഞിനോട് നീ ചോദിച്ചതല്ലേ ഡി, ഇനി ഞാൻ പറയാം, നീ ചോദിച്ചതില്ലേ ആ 9 വയസ്സുള്ള കുഞ്ഞിനെ നീ ലൈവിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് മോക്കത്ര വാപ്പമാരുണ്ട്. അന്നേരം ആ കൊച്ചിക്ക് പേടിച്ചെങ്ങാണ്ടാന്നൊന്ന് പറഞ്ഞത്. ഒരു വാപ്പ, അത് സെംസുവ എന്നാ വാപ്പ, സെംസുവ. നിനക്ക് നാണമില്ലേ അത് ആ പെൺകുഞ്ഞിനെ കൊണ്ട് പറയിക്കാൻ എടി? എന്നിട്ട് നീ എൻ്റെ ലൈവിൽ കയറി വന്നിട്ട് എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറയാം, നീ ആരടി? എന്നിട്ട് ഇപ്പം എൻ്റെ ലൈവിൽ നിന്ന് വീഡിയോ എടുത്തിട്ടിട്ട് നീ അതൊരു വീഡിയോ ആക്കി നിൻ്റെ ചാനലിൽ ഇട്ടേക്കുന്നത്. എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ അതിനൊന്നും. എന്നിട്ട് ഞാൻ മുഖം കാണിക്ക് അതൊക്കെ പറയാം, നീ ആരടി? ആദ്യം പോയി നീ നന്നാവും. നാട്ടുകാരെ കാശ് മേടിച്ച് തിന്നുന്ന പറ്റിക്കുന്നോളെ, എല്ലാവരെയും കയ്യിൽ നിന്ന് കാശ് മേടിച്ച് കള്ളത്തരം പറഞ്ഞ് മേടിച്ച് തിന്നുന്നവൾ, ഒരു കൊട്ടാരം കണക്കൊരു വീട് വെച്ച് പിന്നെ കുറച്ച് സ്വർണ്ണം എടുത്ത്, എന്നിട്ടാണ് അവൾ വന്നിരുന്ന് വലിയ ന്യായം അടിക്കുന്നത്. എന്നിട്ട് കുറച്ച് ചാരിറ്റി ചെയ്തിട്ട് ചാരിറ്റിക്കകത്ത് അവളെ ഗൂഗിൾ പേ നമ്പറും വെച്ച്, ഇപ്പം മാത്രം നോഹാടെ ചെയ്യാൻ ചെന്നപ്പോൾ നോഹാടെ നമ്പർ വെച്ച്. അത് മനസ്സിലായി ഇനി നാട്ടുകാർ ഇവളെ ചീത്ത വിളിക്കുമെന്ന്. എന്നിട്ട് ബീൻ്റെ മക്കൾ ദേഹത്ത് തുണിയിടാതെ നടക്കുന്നു. നീ നിൻ്റെ മോളെ അഭിനയിപ്പിക്കുന്ന കണക്ക് ബാക്കിയുള്ളവർക്ക് അഭിനയിപ്പിക്കാൻ പറ്റത്തില്ല, അവർക്ക് കാശ് വേണ്ട. നാട്ടുകാരെ നിനക്ക് വേണമായിരുന്നു, നിൻ്റെ കാശ് വേണമെന്നതുകൊണ്ട് നിൻ്റെ കൊച്ചിനെ നീ തന്നെ ഒരു തട്ടം എടുത്ത്, കൊച്ചിന് പൊക്കാൻ വയ്യാത്തൊരു തലേ തട്ടം ഇട്ട് നീ കൊടുക്കുന്നത്. എന്നിട്ട് നീ വലിയ ന്യായം പറയുന്ന. ഇനി മേലിൽ ആവർത്തിക്കരുത്. എനിക്ക് നിന്നെ പറയണമെന്ന് ഒരു ഇതും ഇല്ല. നീ നാട്ടുകാരെ പറ്റിച്ചും കൊണ്ടിരിക്കുക, അതുകൊണ്ട് നിന്നെ എനിക്ക് പറയണമെന്നൊരാഗ്രഹവും ഇല്ല. അതുകൊണ്ട് ഇനി മേലിൽ എൻ്റെ പേര് ഉച്ചരി